ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, നല്ല നിലവിളക്ക് തേച്ച് മിനിക്ക് 5 തിരിയിട്ട് കത്തിച്ച് വെക്കണം. ചന്ദനത്തിരി കത്തിച്ചോ. ഇന്നിവന്റെ ജാതകം കുറിക്കല. ഇതുവരെ ചെയ്തതും പ്രവർത്തിച്ചതൊന്നും അല്ല ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് വീട്ടിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, നീ ജയിലിലും. അല്ലപ്പ അങ്ങനെ സാറ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് മിക്കോറേ സാറിന്റെ തലയ്ക്ക് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ആശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴേ ചിലർക്ക് സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാ സാറേ. ആ ഈ ആത്മവിശ്വാസം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നണേ. വാ കൊണ്ടല്ല, പ്രവൃത്തിയിൽ കാണിക്കും സാറേ. എങ്കിൽ പിന്നെ സാറേന്ന് തികച്ചു വിളിക്കും. അല്ലെങ്കിൽ അതിനു മുമ്പ് പല വാക്കുകളും ചേർത്ത് കൂട്ടി വിളിക്കും. എന്നെ കൊണ്ട് എന്തിനാ സാറേ എന്ന് വിളിപ്പിക്കുന്നേ? അറിയാണോ, ഇത് കണ്ടല്ലോ നീ. നിന്റെ തലവര മാറ്റി എഴുതാനുള്ള കിടുതാപ്പായത്. എന്താ മോനെ, ഇതങ്ങ് ജഡ്ജിക്ക് മുന്നിൽ എത്തിയാലുണ്ടല്ലോ, നിന്റെ മുന്നിൽ പിന്നെ സബ്ജയില. ഇവിടെ കാലെടുത്ത് വെച്ച് കയറിയാൽ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്റെ പഴയ 1-2 പരിചയക്കാരാ. അവര് നിന്നെ അവിടെ നല്ല നടപ്പിന് പരിശീലിപ്പിക്കും. നീ നടന്നു കയറുന്ന നിന്റെ ഈ 2 കാലുണ്ടല്ലോ, നീ എഴഞ്ഞിറങ്ങും. അതിനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ നിന്റെ ഈ ജാതകത്തിൽ പ്രത്യേകം എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ എല്ലാം സെറ്റാണ്. അതേടാ. എടാ, ഞാൻ ഒരാൾക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു ചാർജ് ഷീറ്റും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. നീ എന്നെ വെല്ലുവിളിച്ചില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഉറക്കം ഉളച്ച് ഞാനിത് തയ്യാറാക്കിയത്. സാർ, ACP സാറിനെ ഒന്ന് കാണണോ? എനിക്ക് ഞാൻ ചോദിച്ചിട്ട് വരാം. പിന്നെ ഇന്ന് ഞാൻ നീ പറഞ്ഞ പണിയുണ്ടല്ലോ, അത് ചെയ്തിട്ടില്ല. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് കോടതിക്ക് മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ആ മഹത്തായ ചടങ്ങ് നടത്താം. ബ്ലേഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വൈരാഗ്യം തോന്നിയിട്ട് എന്റെ പെടലേക്കും വെച്ച് പോന്തിക്കളയരുത്, സൂക്ഷിച്ച് ചെയ്യണം. ഇതുപോലൊരു തൊഴിൽ പഠിച്ചാണ്ടല്ലോ, അത് പിന്നെ സ്ഥിരമാക്കാം. കേട്ടാ സാർ? എന്താണോ? ആ സ്വർണം നഷ്ടപ്പെട്ട പെൺകുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും വന്നിട്ടുണ്ട്. കയറി വരാൻ പറയണോ. കള്ളനെ കോടതിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച കൺകുളിർക്ക കാണാമെന്നായിരിക്കും. നിന്റെ ശൗര്യപ്പണി കാണാനേ കാഴ്ചക്കാരെത്തിയിട്ടുണ്ട്. എടാ, നാവിൽ എല്ലില്ലാന്ന് കരുതി ഓരോന്ന് വിളിച്ചു പറയുമ്പോ ആലോചിക്കണം. ഇതൊക്കെ തിരിച്ച് 10 ഇരട്ടിയായിട്ട് അവനവന്റെ മുഖത്ത് തന്നെ വന്ന് അടിക്കുന്നു. ഇനി എന്റെ ഊഴവാടാ.